പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് വാസ്തവത്തിൽ ഒരു തിരുനാൾ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഓർമ്മ ദിവസമാണ്. എല്ലാ തിരുനാളുകളും ഓർമ്മ ദിവസമാണ്. പക്ഷേ ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്നതിനെക്കുറിച്ചാണ്. ഓൾ സോൾസ് ഡേ എന്ന് പറയും. ലത്തീൻ സഭയിലാണെന്നുണ്ടെങ്കിൽ ഓൾ സെയിൻസ് ഡേ, സകല വിശുദ്ധരുടെയും തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഓൾ സോൾസ് ഡേ ആയിട്ട് ആഘോഷിക്കുക, സകല മരിച്ചവരുടെയും. പൊതുവേ എല്ലായിടത്തും അങ്ങനെയാണ് ആചരിക്കുക. പക്ഷേ ചില സഭകളിൽ പ്രത്യേകമായ ചില ചട്ടവട്ടങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ കാണാവുന്നതാണ്. തുടക്കത്തിൽ നമുക്ക് ഒരു ബൈബിൾ ഭാഗം വായിക്കാം, സാധാരണ ചെയ്യാറുള്ളത് പോലെ. അതിനുശേഷം ഈ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സഭയുടെ ആധികാരികമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാനായിട്ട് ശ്രമിക്കാം. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 15, 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ, ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗതയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയിർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ല എന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരും ആയിരിക്കുവിൻ. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, എല്ലാവരെയും ചിന്താകുലരാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. അനേകരതിനെ ഭയപ്പെടുന്നുണ്ട്. ചുരുക്കം പേർ മാത്രമേ സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കുകയുള്ളൂ. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും കൃത്യമായി ആർക്കും അറിയാൻ പാടില്ലാത്തൊരു യാഥാർത്ഥ്യം. ദൈവിക വെളിപാട് കൂടാതെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാവരും മരിക്കും. മരിക്കാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കുന്നില്ല. മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മർത്യൻ, മരണമുള്ളവനെന്നാണെന്ന് തോന്നും. ഇങ്ങനെ എല്ലാ മരിച്ചവരെയും ഓർമ്മിക്കുന്നതിന് വേണ്ടി സഭ ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വിശുദ്ധരുടെയും ഓർമ്മ ആചരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് പൊതുവായിട്ട് നവംബർ 2-ാം തീയതി ഈ ഓർമ്മ ദിവസം ആചരിക്കുക. പൗരസ്ത്യ സഭയിൽ, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിൽ ഈ ഓർമ്മ ദിവസം ആഘോഷിക്കുന്നത് വലിയ നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ തലേ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഓരോ സഭകളിലും ഓരോ പ്രത്യേക ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയമാണ്, എല്ലാ സഭകളും എല്ലാ വിശ്വാസികളും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് ക്രിസ്തീയ വിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും പറയും, എല്ലാ മതക്കാരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മരണത്തിന് അപ്പുറം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് വിചാരിക്കാറുണ്ട്. പലതരത്തിലുള്ള കാഴ്ചപ്പാട് കാത്തു സൂക്ഷിക്കാറുമുണ്ട്. മരണത്തോടുകൂടി ഈ ജീവിതം അവസാനിക്കുന്നെങ്കിലും ശരീരം അഴിഞ്ഞിട്ടും തീരാത്ത എന്തോ ഒന്ന് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തുടരുന്നു എന്ന് മിക്കവാറും എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നുണ്ട്. മരണാനന്തര ജീവിതം അത് വീണ്ടും പല രീതിയിൽ പുനർജന്മങ്ങളിലൂടെ മനുഷ്യനായോ മൃഗമായോ ഏതെങ്കിലും ജീവിയായോ വീണ്ടും വീണ്ടും പുനർജനിക്കുമെന്നും പൂർണ്ണമായ മുക്തി നേടുന്നവരെ ഈ പുനർജന്മം തുടരുമെന്ന് ഭാരതത്തിൽ കരുതുന്നവരുണ്ട്. ഇപ്പോൾ മരിച്ചവരുടെ ആത്മാവാണെന്നാണ് പറയുക. ശരീരത്തെ നയിക്കുന്ന ആത്മാവ്. ശരീരം ഇല്ലാതാവുന്നു, പക്ഷേ ആത്മാവ് ജീവിക്കുന്നു. ശരീരത്തെ വേർവിട്ട ആത്മാവ് ചുറ്റി നടക്കുന്നുവെന്നും അത് മറ്റുപലരെയും ബാധിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്നും ഉള്ള വിചാരം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ മരിച്ചവരെ അടക്കുക എന്ന പദം തന്നെ ഉണ്ടായത്. നമ്മൾ ഒരാളെ കുഴികുത്തി സംസ്കരിക്കുന്നു പറയും, അത് വേറൊരു പദമാണ്. അപ്പോൾ എന്താണ് ചെയ്യുക? മരിച്ചവരെ എന്ത് ചെയ്യുന്നു? മരിച്ചവരെ അടക്കുന്നു എന്നാണ് പറയുക. എന്താണ് ഈ അടക്കുക എന്ന് പറഞ്ഞാൽ? കൊടുങ്കാറ്റിനെ അടക്കിയവനുണ്ട് യേശു. എന്തോ ഒരു വലിയ ശക്തിയെ അടക്കി നിർത്തുക, അതാണ് സാധാരണ അടക്കുക എന്ന പദം കൊണ്ട് ആദ്യമേ മനസ്സിലേക്ക് വരിക. അപ്പോഴെങ്ങനെയാണ് മരിച്ചവരെ അടക്കുന്നത്? മരിച്ചവരെ അടക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പഴയ ചിന്താഗതി ഇതാണെന്ന് തോന്നുന്നു. മരിച്ചവരുടെ ആത്മാക്കൾ ചുറ്റിക്കറങ്ങി നടക്കുന്നു, അവർ പലരെയും ബാധിക്കുന്നു, ശല്യം ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് അവരെ അടക്കിയേ മതിയാവൂ. മരിച്ചവരെ അടക്കുക, അതിനുവേണ്ടി കർമാദികൾ നടത്തുന്നു, ബലികളർപ്പിക്കുന്നു, എന്തെല്ലാം പൂജകൾ കാഴ്ചകൾ ഒക്കെ നടക്കുന്നു മരിച്ചവരെ അടക്കാൻ വേണ്ടി. മരിച്ച 7-ാം ദിവസം, മരിച്ച 41-ാം ദിവസം, എല്ലാം ഇപ്രകാരമുള്ള കർമാദികളുണ്ട്. 40 ദിവസത്തേക്ക് ചുറ്റിക്കറങ്ങി നടക്കുമെന്ന് പല മതങ്ങളിലും ചിന്തകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 40-ാം ദിവസവും 41-ാം ദിവസവും ഒക്കെ വലിയ ആഘോഷമായിട്ട് ഇന്നും അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതിൻ്റെ പശ്ചാത്തലം. പക്ഷേ ദൈവിക വെളിപാടിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഈ മരിച്ചവരെ നമ്മൾ അടക്കേണ്ട കാര്യമില്ല. മരണത്തോടുകൂടി ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുകയാണ്.
അയാൾ ഇനി ഇങ്ങോട്ട് കടന്നൊന്നും ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. മരിച്ചവരുടെ പ്രേതം ആരെയെങ്കിലും ബാധിച്ചതായിട്ട് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. യേശു അത് അംഗീകരിക്കുന്നില്ല. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധികാരികമായ പ്രബോധനങ്ങളിൽ മരിച്ചവരുടെ ആത്മാക്കൾ മടങ്ങി വന്ന് ശല്യം ചെയ്യുന്നതായിട്ട് ഒരിക്കലും പറയുകയില്ല. ദർശനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാറുണ്ട്. അപ്പോൾ ദർശനം ഒരു മടങ്ങിവരവാകണമെന്നില്ല. ഇപ്പോൾ യേശുവിൻ്റെ മരണത്തോട് കല്ലറകൾ തുറന്നു വന്നു, മരിച്ചവരുടെ ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതൊരു ദർശനമായി കാണാം. ആ ദർശനം വാസ്തവത്തിൽ ആൾ മടങ്ങി വരുന്നതല്ല. പ്രത്യേകമായൊരു ലക്ഷ്യം, ഒരു അർത്ഥം കൊടുക്കുന്നതിന് വേണ്ടി ദൈവം ചിലരെ ഇങ്ങനെ അനുവദിക്കുന്നു. ചില വ്യക്തികൾക്ക് ദർശനം നൽകാൻ അനുവദിക്കുന്നു, പ്രത്യേകമായൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഈ മരിച്ചവർക്ക് എന്താണ് സംഭവിക്കുക, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് വളരെ ക്രമേണയാണ് ബൈബിളിൽ തന്നെ ഒരു വ്യക്തത ഉണ്ടാവുക. ദൈവിക വെളിപാട് തന്നെ സാവകാശമാണ് ഇതിനെക്കുറിച്ച് കിട്ടിയത്. ആദ്യം വിചാരിച്ചിരുന്നത് മനുഷ്യനെ സാധാരണ ചെയ്ത് മരിച്ചവരെ അടക്കുകയാണ്. മരിച്ചവർ എന്ന് പറഞ്ഞാൽ കുഴിയിൽ മൂടുകയാണ്, കുഴി വെക്കുന്നു, ഭൂമിയിൽ ഒരു കുഴി കുത്തുന്നു, ആ കുഴിയിൽ ആളെ വയ്ക്കുന്നു, മണ്ണിട്ട് മൂടുന്നു. അപ്പോൾ മരിച്ചവരെ മണ്ണിൽ അടക്കിയെന്ന് പറയും. പക്ഷേ അത് പാതാളത്തിലേക്കുള്ള വഴിയായിട്ടാണ് ഈ കുഴിയെ കണ്ടിരുന്നത്. ഭൂമിക്കടിയിൽ പാതാളമുണ്ടത്രേ. ആ പാതാളത്തിലാണ് മരിച്ചവരെല്ലാവരും. ഒരിക്കലും മടങ്ങി വരാത്ത വൺ വേ ആണ്, വഴുവഴുപ്പുള്ള വഴിയാണ് ഈ കുഴി. ഈ കുഴിയിലൂടെ പാതാളത്തിലേക്ക് പോകുന്ന മരിച്ചവൻ ഒരിക്കലും മടങ്ങി വരികയില്ല. ഇതായിരുന്നു ആരംഭകാലത്തുണ്ടായിരുന്ന ചിന്ത. ജോബിൻ്റെ പുസ്തകമാണ് ഈ പ്രമേയം ഏറ്റവും ശക്തമായും വ്യക്തമായും ചർച്ച ചെയ്യുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്: നീതിമാനായ മനുഷ്യൻ സഹിക്കുന്നത് എന്തുകൊണ്ട്? ഈ സഹിക്കുന്ന നീതിമാൻ എവിടെ കിട്ടും നീതി? ഈ ഭൂമിയിൽ മരണത്തിന് മുമ്പ് നീതി കിട്ടുന്നില്ല എങ്കിൽ അവൻ എവിടെയാണ് നീതി കിട്ടുക? കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ജോബിൻ്റെ ചോദ്യം. യാതൊരു തിന്മയും ചെയ്യാത്ത നീതി മാത്രം പ്രവർത്തിച്ചിരുന്ന ഈ ധനികനായ ജോബിന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെടുകയായി. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, അവസാനം ആരോഗ്യവും നഷ്ടപ്പെട്ടു, ദേഹം മുഴുവനും കുഷ്ഠം ബാധിച്ച് അവയവങ്ങൾ അറ്റുപോയി, കറുത്ത രക്തം തുള്ളിയായി വീഴുന്നു. അതോടൊപ്പം ഈ അഴുകിയ മാംസത്തിൽ പുഴുക്കൾ ഇഴഞ്ഞു നടക്കുന്ന പുഴുക്കളെ പൊട്ടിയ കലക്കഷണം കൊണ്ട് തോണ്ടി മാറ്റിക്കൊണ്ട് ചാണകക്കൂനിലിരിക്കുന്ന ജോബിൻ്റെ ചിത്രമാണ് ബൈബിൾ വരച്ച് കാട്ടുക. ജോബ് ചോദിക്കും, എന്താണ് ഇതിൻ്റെ കാരണം? എനിക്കെന്താ സംഭവിക്കുക? അറിയാൻ പാടില്ല. ജോബിന് ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 7-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ജീവനൊരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല. എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീട് ഒരിക്കലും എന്നെ കാണുകയില്ല. നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും. മേഘങ്ങൾ മാഞ്ഞു മറയുന്നത് പോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങി വരികയില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവൻ്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല. മരിച്ച മനുഷ്യൻ പാതാളത്തിലേക്ക് പതിക്കുന്നു. ഷെയോൽ എന്നാണ് പറയുക. ഷെയോൽ എന്ന് ഹീബ്രുവിൽ പറയും, ഹാദസ് എന്ന് ഗ്രീക്കിൽ പറയും. പാതാളം മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ് പാതാളം. 14-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് കാണുക. ജോബ് 14, 10, 12. മനുഷ്യൻ മരിക്കുന്നു, അവനെ മണ്ണിൽ സംസ്കരിക്കുന്നു. അന്ത്യശ്വാസം വലിച്ചാൽ പിന്നെ അവൻ എവിടെ? തടാകത്തിലെ ജലം വറ്റിപ്പോകുന്നത് പോലെ, നദി ഉണങ്ങി വരണ്ടു പോകുന്നത് പോലെയും മനുഷ്യൻ ശയ്യയെ അവലംബിക്കുന്നു, പിന്നെ എഴുന്നേൽക്കുന്നില്ല. ആകാശങ്ങൾ ഇല്ലാതാകുന്നതുവരെ അവൻ എഴുന്നേൽക്കുകയില്ല, ഉറക്കത്തിൽ നിന്ന് അവൻ ഉണരുകയുമില്ല. അങ്ങനെ നിത്യനിദ്രയിലാണ് അവൻ എന്ന ഒരു ചിന്തയാണ് കടന്നു വരിക. ഇതുതന്നെയാണ് യേശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. യേശയ്യായുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ ബാബിലോണിനെ കുറിച്ചൊരു കീർത്തനമുണ്ട്. ആ ബാബിലോണിനെ കുറിച്ചുള്ള കീർത്തനത്തിൽ 14-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പ്രകാരമാണ് കാണുക. ബാബിലോൺ നശിപ്പിക്കപ്പെടും. നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി, നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഇങ്ങനെ ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ മനുഷ്യൻ മരിച്ച് വിട്ടുപോകുന്നു, അസ്തമിച്ചു പോകുന്നു. പക്ഷേ ഒരു ശൂന്യതയല്ല, നിത്യനിദ്ര എന്ന് പറയും. മരിച്ചവർ ഉറങ്ങുന്നു എന്നൊരു സൂചനയാണ്, ഒരിക്കലും ഉണരാത്ത ഒരു നിദ്ര. പക്ഷേ ഇത് മാത്രമല്ല ബൈബിളിന് പറയാനുള്ളത്. കാലക്രമത്തിൽ സാവകാശം ഈ മരിച്ചവരെക്കുറിച്ച് ചില മറ്റ് വ്യത്യസ്തമായ രീതികൾ കാണാൻ തുടങ്ങി. ജോബിൻ്റെ പുസ്തകത്തിൽ തന്നെ നമുക്കതിൻ്റെ സൂചന കാണാം. അപ്പോൾ മരണത്തിന് ശേഷം മടങ്ങി വരികയില്ല എന്ന് നിരാശപ്പെടുന്ന ജോബിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണും. എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ, അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇരുമ്പ് നാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് ന്യായം നടത്തുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല. അവിടുത്തെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ഇതാണ് ജോബിൻ്റെ പ്രത്യാശ. ഇതൊരു പ്രത്യാശയാണ്. ഈ ചർമ്മമഴി ഇല്ലാതായാലും ഞാൻ ദൈവത്തെ കാണും.
അപ്പോൾ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നും ദൈവത്തെ കാണാൻ സാധിക്കുമെന്നൊരു പ്രത്യാശ ജോബിൻ്റെ പുസ്തകത്തിൽ കാണും. ഏശയ്യായുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ പ്രകാരം ഒരു സൂചനയുണ്ട്. 26-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. പൂഴിയിൽ ശയിക്കുന്നവരെ ഉണർന്ന് സന്തോഷകീർത്തനം ആലപിക്കുവിൻ. അങ്ങയുടെ ഹിമകണം പ്രകാശം ചൊരിയുന്ന തുഷാരബിന്ദുവാണ്. നിഴലുകളുടെ താഴ്വരയിൽ അങ്ങ് അത് വർഷിക്കും. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് പ്രത്യാശ. ഇപ്പോൾ സാവകാശം ഈ പ്രത്യാശ ശക്തിപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ചിന്ത കടന്നു വരിക. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ചവരുടെ തെറ്റുകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പഴയ നിയമത്തിൽ തന്നെ സൂചനയുണ്ട്. അത് മക്കമായരുടെ 2-ാം പുസ്തകം 12-ാമത്തെ അധ്യായം 42-45 വാക്യങ്ങൾ നമ്മൾ കാണുക. ഇവരുടെ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000-ഓളം ദ്രാക്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറൂസലമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനമുണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയിർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പരിഹാരകർമ്മം അനുഷ്ഠിച്ചു. ഇതാണ് വളരെ വ്യക്തമായിട്ട് കാണുന്ന മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. മരിച്ചവർക്കും പാപമോചനം ലഭിക്കും എന്ന വെളിപ്പെടുത്തൽ കിട്ടുന്ന ഭാഗം. അപ്പം മരിച്ചവർ നിത്യശൂന്യതയിലേക്ക് പോവുകയല്ല, നിത്യനിശബ്ദതയിൽ കഴിയുകയുമല്ല. മരിച്ചവർ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. ഒരിക്കലുകൊണ്ട് മരണമുണ്ട്. ആ മരണത്തിന് ശേഷം ഒരു വിധിയുണ്ടാകും. ആ വിധിയാണ് നിശ്ചയിക്കുക ഞാൻ എങ്ങോട്ട് പോകണമെന്ന്. അത് നമ്മൾ ബൈബിളിൻ്റെയും സഭാ പഠനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇപ്രകാരം പറയാൻ സാധിക്കും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വല്യമ്മ എന്നെ പഠിപ്പിച്ചതാണ്. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4. നമ്മളൊക്കെ പഠിക്കുമ്പോൾ 33 കൂട്ടം നമസ്കാരം ഉണ്ടായിരുന്നു. ആ നമസ്കാരങ്ങളിൽ ഒന്നിതാണ് മനുഷ്യൻ്റെ അന്ത്യം. എന്താണ് മനുഷ്യൻ്റെ അന്ത്യം? മരണം, വിധി, നരകം, മോക്ഷം. 4 കാര്യങ്ങളാണ്. മരണം എല്ലാവർക്കും ഉണ്ടാകും. ആ മരണസമയത്ത് തന്നെ വിധിയുണ്ടാകും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തിയുടെ, എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. എൻ്റെ മേൽ വിധി പ്രസ്താവിക്കപ്പെടുന്നു. ആ വിധി 3-1 ഒന്നിൽ സ്വർഗത്തിലേക്ക് പൂർണ്ണമായി നന്മയിൽ മാത്രം ജീവിക്കുന്ന വ്യക്തി, പൂർണ്ണമായ സ്നേഹത്തിൽ പൂർണ്ണ വ്യക്തി എന്നോടുകൂടെ പർദീസായിലായിരിക്കുക. 2-ാമത്തേത് ദൈവത്തെ അന്വേഷിക്കാതെ സ്വന്തം മനസാക്ഷിയെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിന് പുറംതിരിഞ്ഞു മരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശപിക്കപ്പെട്ടവരെ അകന്നു പോകുവിൻ നിത്യാഗ്നിയിലേക്ക്. അതാണ് നരകമെന്ന് പറയുക. ഇത് രണ്ടുമല്ലാതെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുമില്ല. അതേസമയം ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇനിയും ഒരു ശുദ്ധീകരണത്തിൻ്റെ വളർച്ചയുടെ ആവശ്യമുള്ളൊരു സാഹചര്യമാണ് നിൽക്കുന്നതെങ്കിൽ അവരെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ അഥവാ ശുദ്ധീകരണത്തിലേക്ക് വിടുന്നു. ശുദ്ധീകരണത്തിന് ശേഷം സ്നേഹത്തിന് പൂർണ്ണതയിലെത്തുന്ന വ്യക്തിയെ ദൈവം തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇതാണ് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മരിച്ചവരെ ഓർമ്മിക്കുക? മരിച്ചവരെ ഓർമ്മിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയാണെന്ന് മാത്രം ഓർക്കരുത്. മരിച്ചവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ചവരാണ് നമുക്ക് വേണ്ടി ജീവിച്ചത്. നമ്മുടെ മാതാപിതാക്കന്മാർ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ, ഉപകാരികൾ, അവരുടെ എല്ലാം പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മുടെ ശരീരം. നമുക്കുള്ളതെല്ലാം മരിച്ചു നമുക്ക് വേണ്ടി തന്നവരാണ്, മാതാപിതാക്കന്മാരുടേതാണ്. അവരെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അവർ വിസ്മൃതിയിൽ ആണ്ടുപോകാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അവരെല്ലാവരും. പക്ഷേ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, കുറവുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായി നമുക്ക് കടമയുണ്ട്, കൃപ കാണിക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനാണ്. ദൈവത്തിന് മരണമില്ലല്ലോ. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും നമ്മളെ സംബന്ധിച്ചോളം മരിച്ചവരാണ്. പക്ഷേ അവരുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ലത്തീൻ ഭാഷയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, വീത്ത മുത്താത്തൂർ നോൺ തോള്ളിത്തൂർ എന്ന് പറയും. ദൈവമേ, അങ്ങയുടെ വിശുദ്ധരുടെ ജീവിതം മാറുന്നു, മാറ്റപ്പെടുന്നു, പക്ഷേ എടുക്കപ്പെടുന്നില്ല. ജീവിതം എന്നേക്കുമായി അവസാനിക്കുന്നില്ല. ഒരിക്കൽ ലഭിച്ച ജീവിതം ഒരിക്കലും അവസാനിക്കുകയില്ല. നമുക്ക് തുടക്കമുണ്ട്, പക്ഷേ ഒടുക്കമില്ല. ശരീരം മരിക്കും, പക്ഷേ ഈ ശരീരത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മൾ ആത്മാവിൻ്റെ മരണം എന്ന് പറയും പാപം. പക്ഷേ അത് ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. പക്ഷേ ആത്മാവ് തുടരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ നകന്നാലും തുടരുന്നു, പക്ഷേ ദൈവമില്ലാത്തൊരു ജീവിതമാണ്. അതിനാണ് നമ്മൾ നരകമെന്ന് പറയുക. അപ്പോൾ ദൈവത്തിൽ നകന്നു പോവുക. പക്ഷേ ഇപ്രകാരം ദൈവത്തോട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇനി മരണത്തിനപ്പുറവും ഒരു വളർച്ച സാധ്യമാണ്.
വളർച്ച സ്നേഹത്തിലുള്ള വളർച്ചയാണ്. ദൈവത്തോടൊന്നിച്ചായിരിക്കുന്നവർക്കും ഉണ്ടാകും വളർച്ച. ഒരിക്കലും നിത്യതയിലേക്ക് പ്രവേശിച്ചാൽ അതുകൊണ്ടെല്ലാം അവസാനിക്കുകയല്ല. ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെ, ദൈവത്തെ അറിയുക, ആ അറിയൽ എന്നേക്കും നീണ്ടുപോകുന്നതാണ്. ഒരിക്കലും അസ്തമിക്കാത്ത അറിവാണ്. അതേസമയം ഈ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാനായിട്ട് ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ ശുദ്ധീകരണം സഹനത്തിലൂടെ, നമ്മുടെ തന്നെ ത്യാഗപ്രവർത്തനത്തിലൂടെ നമുക്കവരെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മിക്കവാറും എല്ലാ മതങ്ങളും ചെയ്യുന്നതാണ്. ഈശ്വരവിശ്വാസമില്ലാത്തവർ മരണത്തെക്കുറിച്ച് എങ്ങനെ കാണും എന്ന് പറയാൻ പ്രയാസമാണ്. ഇതുകൊണ്ടെല്ലാം അവസാനിക്കുന്നുവെങ്കിൽ എന്താ ഒരർത്ഥം? എൻ്റെ മരണം കൊണ്ടെല്ലാം അവസാനിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് എന്താ അർത്ഥമുണ്ട്? ഞാൻ ചെയ്യുന്ന അധ്വാനങ്ങൾക്ക്, ഞാൻ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും ഇന്നു മാത്രമേ ഉള്ളൂവെങ്കിൽ ഇതിനപ്പുറത്തൊന്നും ഇല്ല എങ്കിൽ, മരണത്തിനപ്പുറം ഒരു ജീവിതമില്ലെങ്കിൽ മറ്റെല്ലാവരേക്കാൾ അസന്തുഷ്ടരാണ്, ശക്തരാണ് നമ്മൾ എന്ന് പറയും പൗലോസ്. അപ്പോൾ മരണത്തിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ തന്നെ പ്രത്യാശ കൊടുക്കുക. ഇവിടെ ലഭിക്കാത്ത ഒരു നീതി എനിക്ക് പിന്നെയും കിട്ടിയെന്ന് വരും. അതേസമയം ഞാനിവിടെ അനീതിയായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ടി വരും. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ, നീ എന്തു ചെയ്തു? നിനക്ക് ഞാൻ തന്ന കഴിവുകളും നിനക്ക് ഞാൻ തന്ന അവസരങ്ങളും നിനക്ക് തന്ന സമയവും എല്ലാം നീ എന്ത് ചെയ്തു? പ്രസൻറ്റ് ആൻ അക്കൗണ്ട്. എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു ദിവസം രാത്രി 3 മണിയോടുകൂടി ആരോ എൻ്റെ കാതിൽ വിളിച്ചു പറയുന്നത് തോന്നി, പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്, നിൻ്റെ കണക്ക് ബോധിപ്പിക്കുക. ഓശാന ഞായറാഴ്ചയുടെ തലേ രാത്രിയാണത്. ഞാൻ പറഞ്ഞത് തമ്പുരാനെ, എന്താ ഇതാരാ പറയുന്നത്? എനിക്കറിയാൻ പാടില്ല. ആരാണ് കണക്ക് ചോദിക്കുക? അധികം കണക്കുകളൊന്നും എനിക്കില്ല. വളരെ നിസ്സാരമായ തുക മാത്രമേ എനിക്ക് അലവൻസ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അത്യാവശ്യം മരുന്ന് മേടിക്കാനൊക്കെ ഉള്ള കാശ്, എൻ്റെ അടുത്ത് കാശും കണക്കൊന്നുമില്ല അധികം പറയാൻ. പക്ഷേ വീണ്ടും കിടന്നുറങ്ങാൻ തുടങ്ങുക. 3 മണി കഴിഞ്ഞിരുന്നു. വീണ്ടും ആ ശബ്ദം മുഴങ്ങുകയാണ്, പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്. എന്നോട് ഇംഗ്ലീഷ് പറയുന്നവരെ തോന്നുന്നത്. അപ്പോൾ ഞാൻ നോക്കി, എന്താണ് ഈ അക്കൗണ്ട്? എന്ത് കണക്കാണ് എന്നോട് ചോദിക്കുക? അവസാനം മനസ്സിലായി, ഞാൻ എൻ്റെ കയ്യിലുള്ള ചില്ലിക്കാശിൻ്റെ കണക്കല്ല ചോദിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ കണക്കാണ്. നിനക്ക് ഞാൻ തന്ന ജീവിതം നീ അതുകൊണ്ട് എന്ത് ചെയ്തു? എൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മ വെച്ച നിമിഷം മുതൽ ഇന്ന് വരെയുള്ള സകല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഭയാനകമായ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ എത്രയോ തെറ്റുകൾ, എത്രയോ വീഴ്ചകൾ, എത്രയോ പരാജയങ്ങൾ എവിടെ കണക്ക് ബോധിപ്പിക്കും? ഒരിക്കലും കൂട്ടിമുട്ടാത്ത കണക്കുകളാണ്. അപ്പോൾ ഒരു ആഴ്ച, വലിയ ആഴ്ച മുഴുവനും വലിയൊരു ഭയത്തിലും ദുഃഖത്തിലും ഞാൻ കഴിയേണ്ടി വന്നു. എന്തോ എൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഈ ചിന്ത തന്നെ കടന്നു വരും, പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്. അവസാനം ദുഃഖവെള്ളിയാഴ്ച കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ കണക്കുകൾ എന്നെക്കൊണ്ട് തീർക്കാനാവില്ല. ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക്, പാപങ്ങൾക്ക് പരിഹാരം എന്നെക്കൊണ്ട് സാധിക്കില്ല അനുഷ്ഠിക്കാൻ. അത് അവൻ്റെ രക്തം കൊണ്ട് മാത്രമേ പൂർത്തിയാകൂ. എൻ്റെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, എൻ്റെ വേദനകളാണ്, എൻ്റെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ എൻ്റെ കണക്കുകൾ ഏറ്റെടുത്തു, എൻ്റെ കടങ്ങൾ അവൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന ബോധ്യം എനിക്കുണ്ടാകുന്നത് പണ്ടേ ഉണ്ടാകേണ്ടതായിരുന്നു. ഒരു ദുഃഖവെള്ളിയാഴ്ച അറിയാം, പക്ഷേ ഒരു അവബോധ മണ്ഡലത്തിലേക്ക്, ബോധമണ്ഡലത്തിലേക്ക് കടന്നു വന്നിങ്ങനെയാണ്. പക്ഷേ ഒരു വളരെ ശക്തമായൊരു അനുഭവമായിരുന്നു അത്. അതിനുശേഷം ഉള്ളൊരു ബോധ്യം ഇതാണ്, നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മൾ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എനിക്ക് കിട്ടുന്നതെല്ലാം ദാനമാണ്. ദാനമായിട്ട് എന്താ ഉള്ളത്? ഒരു നിനക്ക് ദാനമായിട്ട് കിട്ടിയതല്ലാത്ത എന്താ ഉള്ളത്? എല്ലാം ദാനമാണെങ്കിൽ പിന്നെ ഒന്നും ദാനമല്ല എന്ന രീതിയിൽ നീ അഹങ്കരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ദൈവം നൽകിയ ദാനമാണ് എല്ലാം. നമ്മളത് അറിയണം, അനുസ്മരിക്കണം, ഓർമ്മിക്കണം. എനിക്ക് മുമ്പേ കടന്നുപോയവരെ ഞാൻ അനുസ്മരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതോടൊപ്പം ഞാനും കടന്നു പോകേണ്ടവരാണ് എന്ന് ഓർക്കണം. ഞങ്ങൾ ലത്തീൻ ഭാഷ പഠിപ്പിച്ച വൈദികൻ ഒരു കാര്യം ഞങ്ങളെ പഠിപ്പിച്ചു. അവിടെ കൈ നിവർത്താൻ പറഞ്ഞു, കൈയുടെ ഉള്ളിൽ വായിക്കാൻ പറഞ്ഞു. കൈയുടെ ഉള്ളിൽ ഉള്ള വരകൾ നോക്കുമ്പോൾ 2 M എഴുതിയിരിക്കുന്ന പോലെ തോന്നും. എല്ലാവരുടെയും കൈ അങ്ങനെ ആയിരിക്കണം, പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെയുണ്ട്, M. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് ഹസ്തരേഖാശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുക. ഇപ്പോൾ നമ്മളെ അനുസ്മരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമായിട്ട് ലത്തീൻ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞു തന്നതാണ്. 2 M 2 വാക്കുകളെ സൂചിപ്പിക്കുക. മെമെൻതോ മോരി. നമ്മൾ മെമെൻതോ നമുക്കറിയാവുന്നതാണ്. മെമെൻതോ ഞാൻ റിമെമ്പർ, മോരി യു വിൽ ഡൈ. റിമെമ്പർ യു വിൽ ഡൈ. നിൻ്റെ കൈ, ഉള്ളം കൈ നോക്കുമ്പോൾ നീ ഓർക്കണം, മനുഷ്യ നീ മരിക്കും. M മനുഷ്യ മരിക്കും. നീ മരിക്കുമെന്ന കാര്യം നീ ഓർമ്മിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അതെപ്പോഴും കർത്താവ് എഴുതിയിരിക്കണം. അപ്പോൾ ഇത് ദൈവം ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നോ ലത്തീൻ ഭാഷ സംസാരിക്കുന്നോ അർത്ഥമില്ല. പക്ഷേ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. നമ്മൾ ഓർമ്മിക്കണം. യേശു പറഞ്ഞല്ലോ ധനവാനായ ഭോഷൻ്റെ കഥ. ഒരു ധനവാൻ്റെ വയൽ ധാരാളം ഫലം പുറപ്പെടുവിച്ചു, ധാരാളം വിളവുണ്ടായി. അവൻ ചിന്തിക്കുകയാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 21 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ധാന്യമെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും. എൻ്റെ അറപ്പുരകൾ പോരാ, അതുകൊണ്ട് അറപ്പുരകളെല്ലാം പൊളിച്ച് പുതിയ പണിയും. അതിനുശേഷം ഞാനിതെല്ലാം സംഭരിക്കുമെന്ന് പറയും. എൻ്റെ ആത്മാവ് തിന്നു കുടിച്ച് ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. ദീർഘകാലത്തേക്ക് എനിക്ക് ആസ്വദിക്കാനുള്ള സമ്പത്ത് നിനക്ക് ഇതാ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പക്ഷേ അന്നു രാത്രി ദൈവം അവനോട് ആവശ്യപ്പെടും, ഭോഷ, ഇന്നു രാത്രി നിൻ്റെ ആത്മാവിനെ ആവശ്യപ്പെടും. അപ്പോൾ നീ സമ്പാദിച്ചു വച്ചിരിക്കുന്നതെല്ലാം ആരുടേതാകും?
ദീർഘകാലത്തേക്ക് ആസ്വദിക്കാമെന്ന് കരുതി അനീതിയിലൂടെയും അക്രമത്തിലൂടെയും കൈക്കൂലിയിലൂടെയും കരിഞ്ചന്തയിലൂടെയും പല വാണിഭങ്ങളിലൂടെയും സമ്പത്ത് സ്വരുക്കൂട്ടുന്നവൻ ഓർമ്മിക്കണം, ഇന്നു നിൻ്റെ ജീവനെ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചതെല്ലാം എവിടെ പോകും? കോടികൾ സമ്പാദിക്കുന്ന ഓരോരുത്തർ ഓരോ മാർഗങ്ങളിലൂടെ എന്തിനു വേണ്ടി എത്ര കാലത്തേക്ക് ജീവിക്കാൻ സാധിക്കും? ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിന് നീ കണക്ക് കൊടുക്കേണ്ടി വരുന്ന കാര്യം മറക്കാതിരിക്കുക. ആ കണക്ക് കൊടുക്കുമ്പോൾ രണ്ട് സാധ്യതയാണ്. ഒന്നുകിൽ എല്ലാം നഷ്ടത്തിലാണ്, റെഡാണ്, ചുവപ്പിലാണ്. നന്മയായിട്ടൊന്നുമില്ല, നിനക്ക് പോകാം, എനിക്ക് വിശന്നു, നീ എനിക്ക് ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കാൻ തന്നില്ല, രോഗിയായിരുന്നെ നീ സന്ദർശിച്ചില്ല, അഥവാ രോഗിയായ എൻ്റെ കൊണ്ട് നീ മുതലെടുത്തു. പലപ്പോഴും അങ്ങനെ സംഭവിക്കുക. സന്ദർശിക്കുക മാത്രമല്ല, ഈ രോഗിയെ പിഴിഞ്ഞ് പണമുണ്ടാക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ വ്യക്തികൾ ഇന്ന് വർദ്ധിച്ചു വരുന്നു. രോഗി ശുശ്രൂഷ തന്നെ വലിയൊരു ബിസിനസ്സായി മാറുന്നില്ലേ? ഇപ്രകാരം മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളുടെ കർത്താവ് പറയും, നിനക്കൊരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോവുക, ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. മറ്റൊരു പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, നിങ്ങൾക്കായി ലോകാരംഭം മുതൽ സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇപ്പോൾ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാകും. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല എന്നും മരണം യഥാർത്ഥത്തിൽ തുടക്കമാണെന്ന് നമ്മൾ ഓർക്കണം. ഞാനൊരു മരണത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. 2000 സംഭവിച്ചത്. AD 2000 ജൂൺ 20 ഞാൻ ആക്ച്വലി മരിച്ചു എന്ന് പറയാം. രക്തം കട്ടയായി തലച്ചോറിൽ. അതിൻ്റെ ഫലമായി ഒരു മരണത്തിൻ്റെ വക്കിലെത്തുക മാത്രമല്ല, ഞാൻ മരിച്ചു എന്ന ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂറോളം ആ രീതിയിൽ നടന്നതാണ്. അതിന് ശേഷമാണ് വീണ്ടും ജീവനിലേക്ക് തിരിച്ചു വരിക. അപ്പം ഞാൻ മരണത്തിനപ്പുറം കാഴ്ചകളൊന്നും കണ്ടതായിട്ട് പറയാനില്ല. പക്ഷേ മരണം ഏതു സമയത്തും കടന്നു വരാമെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കാൻ ബാധ്യതയുള്ളവനാണെന്ന് ഞാൻ ഓർക്കണം. പക്ഷേ ഭയമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ മരിച്ചു പോകുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. മറ്റേതെങ്കിലും ഭാഷയിലുണ്ടോ എന്നറിയാൻ പാടില്ല. മരിച്ചു പോവുക, ഡെഡ് ആൻഡ് ഗോൺ എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ മരിച്ചു പോകുക സാധാരണ പറയുന്നതാണ്. മരിച്ച് എങ്ങോട്ട് പോയി? എങ്ങോട്ടുമല്ല, പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ഞാൻ ഓർത്തിരിക്കണം. എന്നെ കാത്തിരിക്കുന്ന ഒരു മരണത്തിനപ്പുറത്തൊരാൾ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഓർക്കുക. അത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. ഒരൊറ്റ വ്യക്തിയാണ് ഉയർത്തെഴുന്നേറ്റത്, പിന്നാലെ പരിശുദ്ധ അമ്മയും. അപ്പോൾ എന്നെ കാത്തു നിൽക്കുന്നത് എനിക്ക് വേണ്ടി പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലം ഒരുക്കി നിൽക്കുന്ന യേശുവാണ്. വരൂ, ഭവനത്തിലേക്ക് വരൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. മരിച്ച വ്യക്തികളുടെ ആത്മാക്കൾ ഒരിക്കലും ചുറ്റിക്കറങ്ങി നടക്കുകയില്ല എന്നോർക്കുക. മരിച്ചവർ ദൈവത്തിൻ്റെ കാരണമാണ്. അവരെ ഇങ്ങനെ മറ്റുള്ളവരെ പീഡിപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞു വിടാറില്ല. ചില ക്രിസ്തീയ ഗ്രൂപ്പുകൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മരിച്ചവരുടെ ആത്മാക്കൾ പീഡിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ശല്യം ചെയ്യുന്നു. അതുകൊണ്ട് ഒഴിപ്പിക്കുക, ബാധ ഒഴിപ്പിക്കുക. എന്തു ബാധയാണ് ഒഴിപ്പിക്കേണ്ടത്? ഒന്നുകിൽ പിശാചു ബാധയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഭയം, എൻ്റെ അനീതിയിൽ നിന്നുണ്ടാകുന്ന ഭയം, എൻ്റെ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ഭയത്തെ ആയിരിക്കും ഒഴിപ്പിക്കുക. മരിച്ചുപോയവരുടെ പ്രേതങ്ങൾ ഒരിക്കലും കറങ്ങി നടക്കുകയില്ല, ആരെയും ബാധിക്കുകയുമില്ല. അതുകൊണ്ട് ഒഴിപ്പിക്കേണ്ട കാര്യവുമില്ല. ഒഴിപ്പിക്കേണ്ടത് എൻ്റെ അന്ധവിശ്വാസങ്ങളെയും എൻ്റെ കുറ്റബോധത്തെയും ഒക്കെയാണ്. ഇപ്പോഴേ മരിച്ചവർ മടങ്ങി വരില്ല, ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ മടങ്ങി വരാത്ത ഒരു യാത്രയാണ്. പക്ഷേ യാത്രയുടെ മുമ്പിൽ ഒരു കടമ്പ ഉണ്ടെന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സ് തുറക്കും, എൻ്റെ മനസാക്ഷി പരിശോധിക്കപ്പെടും. അത് വെളിപാട് പുസ്തകം 2 പുസ്തകങ്ങളായിട്ട് പറയും. 2 പുസ്തകം, വെളിപാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പറയുക. അപ്പോൾ ഇതൊക്കെ ഒരു പ്രതീകാത്മകമായി പറഞ്ഞതാണ് ആയുസിൻ്റെ പുസ്തകം. രണ്ടാമത്തേത് ഓരോ വ്യക്തികളും താങ്കളുടെ പ്രവൃത്തികൾക്ക് അനുസൃതം വിധിക്കപ്പെട്ടത്. 2-ാമത്തെ പുസ്തകം ഓരോരുത്തരുടെയും ചെയ്തികൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാം ഹാർഡ് ഡിസ്കിലുണ്ട്. ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ലാത്തതുപോലെ എൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും ഞാൻ വിധിക്കപ്പെടുക. ഇപ്പോൾ ഈ മരണത്തെക്കുറിച്ചും മരിച്ചവരെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ ജീവിതം കുറച്ചുകൂടി സീരിയസ് ആയിട്ട്, കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കണം. എനിക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ഓർക്കുക. അടുത്ത നിമിഷം എനിക്ക് കിട്ടുമോ എന്നറിയാൻ പാടില്ല. ഒരു ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാൻ സാധിക്കുമോ? എൻ്റെ ഹൃദയം ഒന്ന് സ്പന്ദിച്ചതിന് ശേഷം വീണ്ടും സ്പന്ദിക്കുമോ എന്ന് എനിക്ക് തീർച്ചയില്ല. ദിവസം വരും, ഹൃദയസ്പന്ദനം നിൽക്കും, ശ്വാസോച്ഛ്വാസം പിന്നെ ത്രസിക്കാതെയാവും. പക്ഷേ അതിനു മുമ്പ് ഞാൻ ദൈവത്തെ സ്മരിക്കണം. ഓരോ ദിവസവും ഓർമ്മിക്കണം, മനുഷ്യ മരിക്കുമെന്ന കാര്യം ഓർക്കുക. മരണത്തെക്കുറിച്ച് ഭയത്തോടു കൂടിയല്ല, സന്തോഷത്തോടെ, സ്നേഹത്തോടു കൂടി കാത്തിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ യേശുവിൻ്റെ അടുക്കിലേക്കാണ് ഞാൻ പോവുക. അവനാണ് എന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി, ദൈവവിശ്വാസത്തോടു കൂടി, സഹോദര സ്നേഹത്തോടു കൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒരിക്കലും മരിക്കണമെന്നും അതിനുശേഷം ഞങ്ങൾ വിധിക്കപ്പെടുമെന്നും അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഈ വിധിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ, വിശ്വാസത്തോടെ, സഹോദര സ്നേഹത്തിലും നീതിയുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ജീവിതം ചെലവഴിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. മരണത്തെ കീഴടക്കി ഉത്ഥാനത്തിലൂടെ നവജീവൻ ഞങ്ങൾക്ക് നൽകുന്ന കർത്താവായ ഈശോയെ അങ്ങയെ മുന്നിൽ കണ്ടുകൊണ്ട്, അങ്ങയെ അനുഗമിച്ചുകൊണ്ട് നിത്യഭവനത്തിലേക്കുള്ള യാത്രയിൽ അവിടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
ആമേൻ. താങ്ക് യു.